ഉണ്ണുയിൽ പ്രിയപ്പെട്ടവരെ, നക്ഷത്ര വഴികളിലൂടെ യാത്ര ചെയ്ത് ഉണ്ണീശോയുടെ അടുത്തെത്താറായി. നല്ല ഒരു ആത്മീയ യാത്രയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതം ഇങ്ങനെയൊരു യാത്രയാണ്, സ്വർഗത്തിലേക്കുള്ള, ദൈവത്തിലേക്കുള്ള യാത്ര. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ഉൽപ്പത്തി 3:19. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് നമ്മോട് ഒത്തുള്ളവർക്ക് ഭൗതികമായ ഊർജം ആവശ്യമാണ്. അതിനായിട്ട് നാം അധ്വാനിച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പല വിധത്തിൽ നമുക്ക് ഭൗതികമായിട്ട് സമ്പാദിക്കാൻ സാധിക്കും. ശാരീരികമായി അധ്വാനിച്ച് ജോലി ചെയ്തും, ഭൗതികമായി ചിന്തിച്ച് ബിസിനസ് സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയും ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തിയുമൊക്കെ നമുക്ക് ജോലി ചെയ്ത് ജീവിത അസന്തരം ആവശ്യകമായ ഭൗതിക സമ്പത്ത് നേടിയെടുക്കാൻ സാധിക്കും. എൻ്റെയും എന്നോട് കൂടി ഇരിക്കുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:34. പൗലോസ് ലീഹായും അധ്വാനിച്ച് ജീവിച്ചു. അവൻ്റെ തൊഴിലായ കൂടാരപ്പണി ചെയ്ത് ജീവിച്ചു എന്ന് നമുക്കറിയാം. നമുക്കിന്ന് ജോലിയില്ലാത്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് തൊഴിലാളികളുടെ മധ്യസ്ഥനായ യോസേപ്പിൻ്റെ മാധ്യസ്ഥതയിൽ 2 പ്രാവശ്യം യോസേപ്പ് പിതാവിനോടുള്ള ജപം ചൊല്ലി ജോലിയില്ലാത്തവർക്കായി കാഴ്ചവെക്കാം.